നമസ്കാരം. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനുമേൽ ആക്രമണം അഴിച്ചുവിട്ട ആദ്യ ദിനം തന്നെ ഇറാന്റെ പരമോന്നത സുപ്രീം ലീഡറായ അയത്തുള്ള അലി ഖൊമൈനിയെ കൊന്നുകളഞ്ഞിരുന്നു. ഇക്കാര്യം അമേരിക്കയും പിന്നാലെ ഇസ്രായേലും ഒടുവിൽ ഇറാനും സ്ഥിരീകരിച്ചു. വാസ്തവത്തിൽ ഇറാനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇറാൻ രാഷ്ട്രത്തലവനെ വധിച്ചു എന്നത്. ഖൊമൈനി ഒരു കേവലം രാഷ്ട്രത്തലവൻ മാത്രമായിരുന്നില്ല, അവരുടെ ആത്മീയ നേതാവായിരുന്നു. ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിമുകളുടെ പോപ്പായിരുന്നു. പക്ഷേ ഷിയ സമൂഹം പോലും അത് ഏറ്റെടുത്തില്ല എന്നതാണ് വാസ്തവം. അത്ര ശക്തമായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്തമായ ആക്രമണം. പിന്നീട് അലി ഖൊമൈനിയുടെ 56 വയസ്സ് മാത്രം പ്രായമുള്ള മൊജ്തബി ഖൊമൈനിയെ സുപ്രീം ലീഡറായി തെരഞ്ഞെടുത്തു എന്ന വാർത്ത പുറത്തു വരുന്നു. ഈ വാർത്ത ഔദ്യോഗികമായി ഇറാൻ സ്ഥിരീകരിക്കുന്നു. ഓർക്കണം, ഇറാന്റെ പരമോന്നത നേതാവാണ്. ഭരണഘടനാപരമായി ഇറാൻ പ്രസിഡന്റിനേക്കാൾ, ഇറാൻ സർക്കാരിലെ മന്ത്രിമാരെക്കാൾ അധികാരമുള്ള, നേരിട്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിയുന്ന ആളാണ് സുപ്രീം ലീഡർ. ആ സുപ്രീം ലീഡറായി തെരഞ്ഞെടുത്തത് ഖൊമനായിയുടെ മകനെയാണ്. എന്നാൽ ആ മകൻ കൊല്ലപ്പെട്ടു എന്നാണ് പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല, എങ്കിലും അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണത്തിൽ അയാൾ കൊല്ലപ്പെട്ടിരിക്കാം എന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നില്ല. ഈ മൊജ്തബ ഖൊമൈനി ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവൊന്നുമില്ല എന്നതാണ് പ്രധാന കാര്യം. അദ്ദേഹം സുപ്രീം ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന കാര്യം പോലും അറിഞ്ഞിട്ടില്ല. കാരണം അത്രയേറെ ഭയചകിതനായി എവിടെയോ ഒളിച്ചു കഴിയുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ റിപ്പോർട്ടിനെ മറച്ചു വയ്ക്കാനാണ് നമ്മുടെ മൗദൂദി ചാനലും മൗദൂദി ആരാധകരും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന വാർത്ത പ്രചരിപ്പിക്കുന്നത്. ബെന്യാമിൻ നെതന്യാഹുവിനെ കുറിച്ച് ഒരു വിവരവുമില്ല എന്ന തരത്തിൽ ധാരാളം ഫേസ്ബുക്ക് കുറിപ്പുകൾ വന്നു. സോഷ്യൽ മീഡിയയിൽ അതിശക്തമായ ഇടപെടൽ നടത്തുന്ന ഒരു തീവ്ര ഇസ്ലാമിക് ചിന്താഗതിക്കാരിയ മാധ്യമപ്രവർത്തക VP റെജീന എങ്ങനെ എഴുതി: അവസാനമായി നെതന്യാഹുവിനെ സന്തോഷവാനായി കണ്ടത് ഒരാൾ വിമാനം ഇറങ്ങിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കയ്യിലിടിച്ച് ഹാ ചിരിച്ചപ്പോഴാണ്. അതിന് 2 നാൾ കഴിഞ്ഞ് ഇറാനെ കയറി ചൊറിയുകയും ചെയ്തു. കാര്യങ്ങളുടെ കിടപ്പ് അത്ര പന്തിയല്ല. എന്തുമാത്രം ഫേക്കായ, അടിമുടി ഫ്രോഡായ, നുണകളുടെയും പ്രൊപ്പഗണ്ടകളുടെയും കെട്ടിപ്പൊക്കിയ തനി തെമ്മാടികളായ, തീവ്രവാദികളായ, യുദ്ധക്കുറ്റവാളികളായ ഈവൽ ജന്മങ്ങളാണ് ഈ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത എന്ന് സ്വയം വിളിക്കുന്ന വെറും കടലാസ് പുലികൾ എന്ന് തിരിച്ചറിയാൻ ലോകത്തെ മഹായുദ്ധത്തിലേക്ക് തള്ളിവിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പൊതുമണ്ഡലത്തിൽ നിന്നും കാണാതായതാണ് അതിൻ്റെ സൂത്രധാരനെ. അയാൾ അവസാനമായി പൊതുസ്ഥലത്ത് കണ്ടത് മാർച്ച് 8-ാം തീയതി മിസൈൽ ആക്രമണം നടന്ന ബെത് ഷെംഷേനെ സന്ദർശിക്കുന്നത്. ഇറാൻ തങ്ങൾ ക്രിട്ടിക്കലായൊരു മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്, നെതന്യാഹുവും സഹോദരനും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർക്ക് എന്തു പറ്റിയെന്ന് ഉറപ്പില്ല എന്ന അവകാശവാദം നടത്തിയിട്ട് ഒരാഴ്ചയാവുന്നു. നെതന്യാഹു എവിടെയെന്ന ചോദ്യത്തിന് യാതൊരു ഒഫീഷ്യൽ വിശദീകരണവുമില്ല. പകരം മാർച്ച് 12-ാം തീയതി വളരെ അമച്വർ പിള്ളേർ ചെയ്യുന്ന ലെവലിലുള്ള AI വീഡിയോ അയാളുടെ ഔദ്യോഗിക ഹാൻഡിൽ നിന്നും അയാൾ പ്രസ് കോൺഫറൻസ് മട്ടിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകത്തെ മുഴുവൻ ആൾക്കാരും ചേർന്ന് അത് വലിച്ചു കീറി മീമാക്കി സോഷ്യൽ മീഡിയ ഭിത്തിയിൽ ഒട്ടിച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നെതന്യാഹു കൊല്ലപ്പെട്ടോ, അതോ ക്രിട്ടിക്കലായി മുറിവേറ്റ ആശുപത്രിയിലാണോ, അതോ ജീവഭയം കൊണ്ട് യുദ്ധഭൂവിൽ നിന്നും കുടുംബത്തോടെ പലായനം ചെയ്തോ എന്നൊന്നും പറയാൻ ഇസ്രായേൽ എന്ന രാജ്യത്തിന് കഴിയുന്നില്ല. ഇടിവെട്ടേറ്റവനെ പോലെ ഇന്നലെ സെക്യൂരിറ്റി ബ്രീഫിംഗ് നടത്താൻ വന്നിരിക്കുന്നത് ഡിഫൻസ് മന്ത്രിയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമാണ്. ചത്ത വീട്ടിലിരിക്കുന്നത് പോലെയാണ് വന്നിരിക്കുന്നത്. പറയണത് പിച്ചും പേയുമാണ്. ഇനി ഇറാനിലെ ജനത വിചാരിക്കണമത്രേ ഇറാനിൽ ഭരണകൂടത്തെ പുറത്താക്കി അവർക്ക് വേണ്ടി യുദ്ധം തീർക്കാൻ. സത്യത്തിൽ ഇതുങ്ങളെ എലിക്കണിയിൽപ്പെടുത്തി നെതന്യാഹു മേപ്പോട്ട് പോയതുപോലെയാണ് കാര്യങ്ങൾ. തുടങ്ങിവെച്ച യുദ്ധം നിർത്താനും പറ്റണില്ല. ആക്രമണവും പ്രതിരോധവും നിർത്തുന്ന നിമിഷം തെരുവുകളിൽ ഇസ്രായേലികൾ തന്നെ തമ്മിലടി തുടങ്ങും. ചുറ്റുമുള്ള വേലിയും മതിലും പൊളിച്ച് അതിർത്തികൾ ഭേദിച്ച് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും ലക്ഷക്കണക്കിന് മനുഷ്യർ ഇസ്രായേലിലേക്ക് വന്നെത്തും. ലോകം നോക്കി നിൽക്കുകയായിരുന്നല്ലോ. ഇതിപ്പോൾ ലാഭായല്ലോ. ഡെക്കാപ്പിറ്റേഷൻ തന്ത്രവും റെജീം ചേഞ്ചും ജനങ്ങളുടെ ഉയർപ്പും എന്ന് വേണ്ട, മനുഷ്യ സമാധാനപൂർണ്ണമാവുക എന്ന ആഗ്രഹങ്ങളെല്ലാം നേടുന്ന സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധമായി മാറിയല്ലോ നാഥ ഇത്. നബി ചക്കിന് വെച്ചത് കൊക്കിന് കിട്ടിയതുപോലെ 4-5 പേർ നിരനിരുന്ന് ചെയ്യുന്ന ഈ സെക്യൂരിറ്റി ബ്രീഫിംഗ് പോലെ വേറൊന്ന് നിങ്ങൾക്കിനി കാണാൻ കിട്ടില്ല. ഡബിൾ നബി നമ്മുടെ പനോട്ടിയ നെതന്യാഹുവിനെ അവസാനമേ കാണുകയും
കെട്ടിപ്പിടിക്കുകയും ചെയ്ത നേതാവ് എന്ന നിലയിൽ സംഭവവികാസങ്ങളിൽ ഇന്ത്യക്കും ഒരു റോളുണ്ടോ എന്ന് മൈ ഫ്രണ്ടിനും കലിപ്പ് കൊരങ്ങൻസോനുകൾക്കും സന്തോഷിക്കുന്ന വകയുണ്ട്. നുണക്കഥകളിൽ തുടങ്ങി കുഞ്ഞുങ്ങളുടെ ചോരയിൽ കെട്ടിപ്പൊക്കിയ ഒരു ഈവിൾ രാജ്യം 6 പതിറ്റാണ്ടുകൾ അതിൻ്റെ അപരാധ ജീവിതം കഴിഞ്ഞ് പണ്ടാരമടങ്ങി തീരുമെങ്കിൽ അത്രയും നന്ന്. ലോകം കൂടുതൽ വെളിച്ചത്തിലേക്ക്. റജീനിയെ പോലുള്ളവർ പ്രതീക്ഷിക്കുന്നത് നെതന്യാഹു കൊല്ലപ്പെട്ടു, ഇസ്രായേൽ ഇല്ലാതായി എന്നാണ്. ഇത്തരം വിഡ്ഢിത്തം ഇവരൊക്കെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ ഈ ഇസ്ലാമിക തീവ്രവാദം ഇത്രമാത്രം വേരുപിടിക്കുന്നത്. വിഡ്ഢികളുടെ ഒരു കൂടാരമാണ് ഈ തീവ്രവാദികളുടേത്. അവർ വിശ്വസിക്കുകയാണ് ഇസ്രായേലിനെയും അമേരിക്കയും ഇല്ലാതാക്കി ഇറാൻ ലോകം ഭരിക്കുമെന്ന്. എന്നാൽ ഇതിവരുടെ വിഡ്ഢി ചിന്ത മാത്രമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ബെന്യാമിൻ്റെ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ നിർമ്മിതി ബുദ്ധിയിൽ തീർത്തതാണ്. അദ്ദേഹത്തിൻ്റെ കൈകളിൽ 6 വിരലുണ്ട് എന്നൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഒടുവിൽ ബെന്യാമിൻ തന്നെ തൻ്റെ 2 കൈകളും ചൂണ്ടിക്കാണിച്ച് വിശദീകരണവുമായി രംഗത്തെത്തി. מה שאלת אותי? ראש הממשלה אומרים ברשת שאתה בכלל מת? אני מת על קפה, אתה יודע מה? אני מת על העם שלי. איך הם מתנהגים, פנטסטי. אתה רוצה לספור את מספר אצבעות? אתה יכול להראות לנו? פה. פה. ראית? יפה מאוד. לחיים. ראש הממשלה מסר לאנשים שיוצאים ומתאווררים? לצאת להתאוורר, אבל ליד מרחב מוגן. והעמידה שלכם היא מדהימה, נותנת כוח לי, לממשלה, לצה"ל, למוסד. אנחנו עושים דברים שאני לא יכול לשתף ברגע זה, אבל עושים דברים מכים באיראן חזק מאוד, גם ביום הזה, גם בלבנון, ממשיכים. אתם אומרים לי להמשיך? אני אומר לכולכם, גם אתם תמשיכו. תמשיכו להישמע להוראות פיקוד העורף, כל הזמן, להישמע להוראות פיקוד העורף, וגם לראשי הערים, להיות תמיד ליד מרחב מוגן. ואנחנו נקל ככל שהדבר ניתן. ותודה לך על הקפה, הוא מצוין. אני לא יודע לגבי הקלוריות, זה נראה לי מסוכן מאוד. ഇതൊന്നും ഇവരെ തൃപ്തിപ്പെടുത്തുന്നില്ല. ഇവരിങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കും. എന്നാൽ സംഗതി തിരിച്ചാണ്. പുതിയതായി ചുമതലയേറ്റ പരമോന്നത നേതാവ് മൊച്താബു ആ വിവരം അറിയുന്നതിന് മുൻപ് കാലപുരിക്ക് പോയി എന്നാണ് റിപ്പോർട്ടുകൾ. മൊച്താബുവിനെ കൊന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നെന്ന് ട്രംപ് പറയുന്നു. അതല്ല, പരിക്കേറ്റ് റഷ്യയിൽ ചികിത്സയിലാണ് എന്ന് ചിലർ പറയുന്നു. അതിനിടയിൽ ഇസ്രായേൽ സേന പറയുന്നു, ഞങ്ങൾ കൃത്യമായി മൊച്താബുവിനെ ട്രേസ് ചെയ്തിട്ടുണ്ട്. മൊച്താബുവിൻ്റെ പിതാവ് അലി ഖൊമേനിയെ ട്രേസ് ചെയ്ത് വീഴ്ത്തിയതുപോലെ എവിടെയാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഇനി അധിക ആയുസ്സില്ലെന്ന്. താൻ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതുപോലും അറിയാത്ത മൊച്താബി മരണവെപ്രാളത്തിൽ നെട്ടോട്ടത്തിലാണ്. എവിടെയാണ് മൊച്താബി അഭയം തേടിയിരിക്കുന്നതെന്ന് ഇസ്രായേലിനറിയാം. അവർ ട്രാക്ക് ചെയ്ത് പിന്നാലെയുണ്ട്. ഏതു നിമിഷവും മൊച്താബിയുടെ ജീവനും ഇസ്രായേൽ കൊത്തിപ്പറിച്ചെടുക്കും. ഇതറിഞ്ഞുകൊണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ VP റജീനമാർ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന വ്യാജ പ്രചരണം നടത്തുന്നത്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്ക് മണിക്കൂറുകളുടെ ആയുസ് പോലുമില്ല എന്ന് അറിഞ്ഞിട്ടും അവരൊക്കെ പ്രചരിപ്പിക്കുന്നത് ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കാൻ വേണ്ടിയാണ്.